അപ്പോൾ അങ്ങനെ വീണ്ടും വിളിക്കുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് മറന്നില്ലേ നിങ്ങൾ? ഇല്ല മറന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ നാട്ടിൽ വരുന്നു. അങ്ങനെ ആ പടത്തിലാണ് ആദ്യമായിട്ട് ദിലീപിൻ്റെ കൂട്ടുകാരനായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ രണ്ടുപേരും, ഞാനും ഈ സോമൻ എന്നൊരു വ്യക്തിയും കൂടി വരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂട്ടുകാരായിട്ട് അവസരം കിട്ടുന്നു. അങ്ങനെ സിനിമാ ജീവിതം ആരംഭിക്കുന്നു. പക്ഷെ പിന്നെയും അവിടുന്ന് കുറച്ച് സിനിമകൾ കിട്ടിയല്ലേ? അവിടുന്ന് മീശമാധവൻ കഴിഞ്ഞപ്പോൾ തന്നെ കിസാൻ എന്ന് പറഞ്ഞൊരു സിബി സാറിൻ്റെ പടം കിട്ടി. അത് അവിടുത്തെ ഈ ലൊക്കേഷനിൽ നിന്നുള്ള പരിചയത്തിൽ കിട്ടുന്നതാണ്. അപ്പോഴാണ് കമൽ സാറ് പടം എടുക്കുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ ബോംബെയിലെ മറ്റേ പരിചയം അവിടെ കിടക്കുന്നുണ്ടല്ലോ. അന്നൊരു വാക്ക് പറഞ്ഞല്ലോ, ആ വാക്കിൻ്റെ പേരിൽ വീണ്ടും പോയി കാണുന്നു. നിരന്തരമായിട്ട് സാറിനെ ശല്യപ്പെടുത്തുന്നു. അപ്പോൾ സാറ് പറയുന്നു, ഇങ്ങനെ കോളേജ് പിള്ളേരുടെ പടമാണ്, ദിനേശിന് ഇപ്പോൾ ഇത്തിരി പ്രായം കൂടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതിൽ സാറ് ചിരിച്ചു. ഞാൻ പറഞ്ഞു നിറം സാറ് തമിഴിലെടുത്തപ്പോൾ വിജയുടെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ച വയ്യാപുരിയാണ്. വയ്യാപുരിക്ക് അന്ന് 50 വയസ്സും കണ്ട് പ്രായമുള്ള സമയത്താണെന്ന് പറയുമ്പോൾ സാറ് ചിരിച്ചു വന്നു. അപ്പോൾ എക്സാമ്പിളൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കണതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും പ്രായമായിട്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ് നമ്മൾ എന്ന് പറഞ്ഞ സിനിമയിൽ അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. ലണ്ടനിൽ ലോസ് ഏഞ്ചൽസിൽ വന്നിട്ട് ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ആ സമയത്ത് മീശമാധവൻ അഭിനയിച്ച പടവും ഹിറ്റായി, മീശമാധവൻ ഹിറ്റായി, നമ്മൾ ഹിറ്റായി. അപ്പോൾ തന്നെ സാറിൻ്റെ സ്വപ്നക്കൂട് കിട്ടുന്നു, പട്ടാളം കിട്ടുന്നു, രസികൻ വരെ എത്തുന്നു. രസികൻ പടം ഉദ്ദേശിച്ച പോലെ ഒരു വലിയ സക്സസ്സിലേക്ക് പോയില്ല. രസികനിൽ എനിക്ക് വലിയൊരു വേഷം ആണ് രാജു സാറ് ഒരു റിസ്ക് എടുത്ത് തന്നതാണ്. പക്ഷെ ആ പടം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഹിറ്റായില്ല. അതോടൊരു ഒരു സെറ്റ് ബാക്ക് വന്നു. എല്ലാവരും ഒന്ന് ബാക്ക് ഫുട്ടിലേക്കായി. തിരിച്ച് ബോംബെ പോയി. പക്ഷെ അപ്പോഴും മനസ്സ് ഇവിടെ തന്നെയായിരുന്നു. അപ്പോഴാണ് നമുക്ക് അത് തോന്നിയത്, നമുക്ക് അറിയാവുന്ന വേറെ കുറച്ച് പണികളുണ്ടല്ലോ. അതായത് എനിക്ക് നന്നായിട്ട് ഡബ് ചെയ്യാൻ അറിയാം. ഞാൻ ആ സമയത്ത് ഏകദേശം 10,000-2000-ഓളം പരസ്യങ്ങൾ ഡബ് ചെയ്ത് കഴിഞ്ഞു. ഒത്തിരി സീരിയലുകൾ ഡബ് ചെയ്തു, ഡോക്യുമെൻ്ററീസ് ഡബ് ചെയ്തു. അപ്പോൾ ഡബ്ബിങ് നാട്ടിൽ നല്ലൊരു പക്ഷെ അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വെച്ച് പരിചയപ്പെട്ട ആളാണ് ജിസ് ജോയ്, ഇപ്പോഴത്തെ ഡയറക്ടർ ജിസ്മോൻ, പ്രവീൺ. അവരത് ഇവിടുത്തെ ലീഡിങ് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളായിരുന്നു. അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും നീ നാട്ടിൽ വന്നാൽ ഇഷ്ടംപോലെ ഡബ്ബിങ്ങിന് അവസരമുണ്ട്, നമ്മൾ സീരിയലുകൾ ചെയ്യുന്നുണ്ട്, സിനിമകൾ ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും. അങ്ങനെ തിരിച്ചു വന്നിട്ട് ജിസ്മോനായിട്ടുള്ള ഒരു സൗഹൃദമാണ് ഡബ്ബിങ്ങിലേക്ക് കൂടുതലായിട്ട് എന്നെ അടുപ്പിക്കുന്നത്. അപ്പോൾ അവൻ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ അവൻ ഡബ് ചെയ്യുന്നു, ഞാനും അതിലൊരു പ്രധാന കഥാപാത്രം ഡബ് ചെയ്യുന്നു. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടികൊഴിച്ചിലും താരനും ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം. എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ്. ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം. കേശ സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ. അപ്പോൾ അങ്ങനെ ഈ പ്രവീൺ എല്ലാവരും ഒരു സുഹൃത്ത് ബന്ധമുണ്ടായി. അപ്പോഴാണ് ഞാൻ ജിസ്മോനോട് പറയുന്നത്, എനിക്കിങ്ങനെ ഒരു അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഞാൻ കുറേ കാലം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചതാണ്, എനിക്കിതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും എല്ലാം അറിയാം, ഇങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ജിസ്മോൻ ആ സമയത്ത് ജീവൻ ടി വിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ പുള്ളിയും ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഞാൻ പറഞ്ഞു എനിക്കും നല്ല താല്പര്യമുണ്ട്, ഞാനും അത്യാവശ്യം എഴുതും ചെയ്യാറുണ്ട്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് തുടങ്ങിയാലോ എന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു അഡ്വർടൈസിങ് കമ്പനി തുടങ്ങുന്നത്. ആദ്യം അതിൻ്റെ പേരെന്തായിരുന്നു? ഒരു മെയിൻ സ്ട്രീം ആഡ്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇവിടെ തമ്മനത്ത് ചെറിയൊരു റൂമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങി കുറേ പരസ്യങ്ങൾ ചെയ്തു. ക്യാൻഡിമാൻ, സ്കൂൾ ബാഗ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലേക്ക് മറ്റൊരു പാർട്ട്ണറും കൂടി വന്നു, അതാണ് സിജോയ് വർഗീസ്. അപ്പോൾ സിജോയ് വന്നപ്പോൾ പറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി വലിയ രീതിയിലൊരു ഓഫീസൊക്കെ ആയിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് പനമ്പള്ളി നഗറിൽ ഞങ്ങൾ ക്ലാപ്പ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സംരംഭം തുടങ്ങി. അതിൽ വേറെ 1-2 പാർട്ട്നേഴ്സും കൂടി ഉണ്ടായിരുന്നു. അതിലും ഞങ്ങൾ കുറേ പരസ്യങ്ങൾ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ 3 പേരും കൂടി മാത്രമായിട്ട് TVC ഫാക്ടറി എന്ന് പറഞ്ഞൊരു കമ്പനിയായി മാറി, ഞാനും ജിസ്മോനും സിജോയും. ആ TVC ഫാക്ടറിയുടെ ബാനറിൽ ഞങ്ങൾ എനിക്ക് കേരളത്തിലെ ഒരുവിധപ്പെട്ട ഒരു 80% ബ്രാൻഡ്സ് എല്ലാം ആഡ്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത്. അപ്പോൾ അതൊരു പ്രധാന ഒരു വരുമാന മാർഗ്ഗമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒപ്പം പാരലലി ഞാൻ സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി. ചെറിയ ചെറിയ വേഷങ്ങളാണ് കിട്ടുന്നതൊക്കെ. പക്ഷേ ഞാൻ ആ സിനിമ വിട്ടില്ല. 2010 ശേഷമാണ് പിന്നെ എനിക്ക് കുറച്ച് നല്ല സിനിമ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, 1983, പുള്ളി ആട്ടിൻകുട്ടിയും, തട്ടത്തിൻ മറയത്ത്, അങ്ങനെയുള്ള സിനിമകളെല്ലാം പിന്നെ വരുന്നത് ആ സമയത്താണ്. 83-ലൊക്കെ വിളിക്കുകയായിരുന്നു, അത് നമ്മൾ അങ്ങോട്ട് ചാൻസ് ചെയ്ത് 83-ൽ വിളിക്കുകയായിരുന്നു. അത് എബ്രിഡ് ഷൈനാണ് വിളിച്ചത്. അത് എന്നെ പുള്ളി നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞത്. അങ്ങനെ വിളിച്ച് ഒരു ദിവസം ഫ്ലാറ്റിൽ വിളിച്ച് കഥ പറഞ്ഞു. ടോട്ടലി ഈ സിനിമയിൽ ക്യാരക്ടറല്ല പറഞ്ഞു, ഫുള്ളായിട്ട് കഥ പറയുക. കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെ ഇതിൽ ആംബ്രോസ് സജി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങളാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫുമായിട്ട് വളരെയധികം കണക്ഷനുള്ളൊരു സിനിമയാണ് 1983. ഇതേപോലെ ഒരു ക്രിക്കറ്റ് കളി ഭ്രാന്തനായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ, സിനിമ കലയിലൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, കൂടുതൽ താല്പര്യം കളിയിലായിരുന്നു, ക്രിക്കറ്റ് കളിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വെങ് സർക്കാരിൻ്റെയും ഇവരുടെയൊക്കെ പടങ്ങൾ വെട്ടി ബുക്കിലൊട്ടിച്ച് നടക്കുന്ന ഒരു സ്പോർട്സ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മാഗസിൻ നമ്മുടെ വീട്ടിലില്ല, എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ട് അത് പഴയത് കട്ട് ചെയ്ത് ഒട്ടിച്ച് നല്ല കളർ ചിത്രങ്ങൾ അവർ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഉള്ള ഇവർ ബാറ്റും പിടിച്ചിട്ട് ഇങ്ങനെ വരെയുള്ളൊരു സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന പടങ്ങളുണ്ടാവും. അപ്പോൾ ഗവാസ്കർ, വെങ് സർക്കാർ, അങ്ങനത്തെ കളിക്കാരാണല്ലോ അന്ന്. അപ്പോൾ രവി ശാസ്ത്രി. അപ്പോൾ ആ ഒരു സമയത്ത് കളി ഭയങ്കര കളിപ്പരാന്തായിരുന്നു. ഞാൻ
+2, അതായത് അന്നത്തെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ വരെ കോളേജിൽ വരെ അന്നത്തെ ഫാസ്റ്റ് ബോളറായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ടൂർണമെൻറ്റിൽ ഹാട്രിക്ക് വിക്കറ്റൊക്കെ എടുത്തിട്ടുള്ള ശരിയാണ്. അപ്പോൾ അന്ന് ആദ്യം നമ്മൾ റബ്ബർ പന്ത് കൊണ്ട് കളിക്കുന്നു, പിന്നെ അത് കോർക്ക് ബോളാവുന്നു, കോർക്ക് ബോളിൽ നിന്നാണ് പിന്നെ സ്റ്റിച്ച് ബോളിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ടൂർണമെൻറ്റ്സൊക്കെ പോകുമ്പോൾ കോർക്ക് ബോളും അങ്ങനത്തെ ബോളിലേക്കാണ് കൂടുതൽ കളിക്കാറ്. പിന്നെ കോളേജിൽ എത്തിയപ്പോഴാണ് സ്റ്റിച്ച് ബോളിൽ കളിക്കുന്നത്. അങ്ങനെ പീക്കിൽ നിന്ന സമയത്താണ് നാട് വിട്ടു പോകുന്നത്. തിരിച്ച് 1983 വന്നപ്പോൾ ഇതേ നൊസ്റ്റാൾജിക് ഓർമ്മകൾ വീണ്ടും വന്നു. കാരണം അതിൽ ഇതുപോലെ ഈ 1983 ഞങ്ങൾ ഇതുപോലെ കളിച്ചിട്ട് കാട്ടിലേക്ക് അടിച്ചു വിട്ടാൽ ഔട്ട്, അങ്ങനത്തെ നിയമങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കിയത്. ബോൾ കാണാണ്ടായാൽ അടിച്ച ആൾ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് തെങ്ങും തോപ്പിൽ കളിക്കും, തെങ്ങിലടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ പിടിച്ചാൽ ഔട്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ വിചിത്രമായ നിയമങ്ങളുള്ള പരിപാടികൾ. അത് നമ്മളുടെ കുറേ നിയമങ്ങൾ നാട്ടിൻപുറത്ത് നമ്മൾ ഉണ്ടാക്കുമല്ലോ ക്രിക്കറ്റിൽ, അന്ന് കൃത്യമായ നിയമങ്ങൾ അറിയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ 1983 ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് റൈഡായിരുന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാറിൻ്റെ ഒരു കവിത ചൊല്ലുന്നുണ്ട് ഞാൻ, ചൂടാതെ പോയി എന്നുള്ള, അത് ചൊല്ലുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു 11 പേര് തമ്മിലുള്ളൊരു സൗഹൃദവും ഒരാൾ ഗൾഫിൽ പോകുന്നതും അതൊക്കെ ശരിക്കും നാട്ടിൻപുറത്ത് സംഭവിക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ 1983 ഒരു വലിയ ഒരു ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ്. ബെസ്റ്റ് ആക്ടറിലും ഉണ്ട്. ബെസ്റ്റ് ആക്ടറിൽ അതേപോലെ മാർട്ടിൻ വിളിക്കുന്നതാണ്. അതേപോലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ക്യാരക്ടർ മമ്മൂക്കയായിട്ട് നല്ലൊരു സീക്വൻസ് ഉണ്ട്. അല്ല, മമ്മൂക്ക ആദ്യത്തെ രാപ്പകലല്ല, മമ്മൂക്കയായിട്ട് ഞാൻ പട്ടാളാണ് ആദ്യം പട്ടാളം ചെയ്ത്, പിന്നെ രാപ്പകൽ ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് തസ്കരവീരൻ ചെയ്തു, പിന്നെ കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ കമൽ സാറിൻ്റെ പടം ചെയ്തു. അതിൽ നല്ലൊരു പലിശക്കാരൻ്റെ റോള് ഉണ്ടായിരുന്നു. മമ്മൂക്കയായിട്ട് എനിക്ക് സിനിമയിലെത്തി ഉടനെ തന്നെ സിനിമ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനൊരു എത്രയോ 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ്റെ ഒപ്പം ഒരു സിനിമയിൽ അവസരം കിട്ടുന്നത്. അതിന് ദൃശ്യം 2 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ രസികനിൽ ശരിക്കും ഒരു മോഹൻലാൽ ഫാനാണ്. ബേസിക്കലി ഞാൻ മോഹൻലാൽ ഫാനാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും അതെ. പക്ഷേ എനിക്ക് രണ്ടുപേരെ ഈക്വലി ഇഷ്ടമാണ്, മമ്മൂക്കയും ലാലേട്ടനെ. ഞാൻ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത് മമ്മൂക്കയുടെ ഒപ്പമാണ്. അപ്പോൾ എന്താ പറയുക, ഇതിന് അഭിനയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത കാലഘട്ടത്തിൽ തന്നെ മമ്മൂക്കയുടെ ഒപ്പം ഒരു പടത്തിൽ, അങ്ങനെ പട്ടാളത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത്. കോമ്പിനേഷൻ ഫസ്റ്റ് വരുന്നത് എനിക്ക് തോന്നുന്നത് കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ കമൽ സാറിൻ്റെ ഒരു പടമാണ്. മമ്മൂക്കയുടെ ഡയറക്റ്റ് കോമ്പിനേഷൻസ് വരുന്നത്. പിന്നെ തസ്കര വീരനിൽ എന്തോ ഒരു ചെറിയ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ രാപ്പകൽ സമയത്തുണ്ടായിരുന്നു. പട്ടാളത്തിൽ അങ്ങനെ മമ്മൂക്കയായിട്ട് ഡയറക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ മമ്മൂക്കേനെ ദൂരത്തുനിന്ന് ഫുൾ പടത്തിൽ ഇങ്ങനെ മാറി ഇത് നോക്കിയേ കാണാമായിരുന്നു. നമുക്കൊരു ഭയങ്കര കൗതുകമാണല്ലോ അങ്ങനെ. അപ്പോൾ ഇപ്പം ഞാൻ മമ്മൂക്കയുടെ ഒപ്പം റീസെൻ്റ്ലി ഇപ്പോൾ ഒരു പടം ചെയ്തു, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറഞ്ഞ ഗൗതം വാസുദേവ് മേനോൻ സാറിൻ്റെ ഫിലിം. അതിൻ്റെ ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു. എങ്ങനെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനെ, സിനിമ വിദ്യാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മമ്മൂക്കയും നമുക്ക് കാണാൻ തന്നെ ഭയങ്കര കൗതുകമാണ്, ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് നോക്കി കാണുന്നത്. അപ്പോൾ ഞാൻ ഈ പട്ടാളത്തിൻ്റെ സെറ്റിലൊക്കെ കുറേ നേരം ദൂരം മാറി നിന്നിട്ട് വെറുതെ ഇങ്ങനെ മമ്മൂക്കനെ നോക്കുകയായിരുന്നു, ഇങ്ങനെ അദ്ദേഹം നടക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ. കാരണം അത്രയും ഒരു എന്താ ഒരു ഡിവൈൻ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അന്നും നമ്മൾ സീരിയസ് ആയിട്ട് പുള്ളി എങ്ങനെ അഭിനയിക്കുന്നതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു കാണാനുള്ളതിന്. പിന്നീടാണ് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അഭിനയത്തിലേക്ക് കടന്നപ്പോഴാണ് എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവരെങ്ങനെയാണ് വളരെ നന്നായിട്ട്, വലിയൊരു പാഠപുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മമ്മൂക്ക ലാലേട്ടൻ്റെ സിനിമകൾ മാത്രം കണ്ടാൽ മതി സിനിമയെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട്. അവർ ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങൾ, പിന്നെ ഭാഗ്യത്തിന് അവരുടെ ഒരു ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഒരു MT സാറും ടി ദാമോദരൻ സാറും ലോയ് സാറും പത്മരാജനും ഭരതനും അങ്ങനെ പ്രതിഭകളുടെ ഒരു വലിയ സമയത്താണ് ഇവരുടെ ഒരു റൈസിങ്. അപ്പോൾ ഒരു അഭിനയത്തിന് എന്തെങ്കിലും കഴിവുള്ളവരെ മാറ്റിവയ്ക്കാൻ ആ സമയത്ത് ആ ആലയിൽപ്പെട്ട എല്ലാവരും നല്ല ഇതായി വളർന്നു വന്നു, കഴിവുള്ള എല്ലാവരും നല്ല രീതിയിൽ വളർന്നു വന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ അത്തരം ഒരു തിരക്കഥാകൃത്തുക്കളുടെയും കഥകളുടെയൊക്കെ ഒരു അഭാവം ഉണ്ടെങ്കിൽ പോലും, അപ്പോൾ ആ സിനിമകളും അതൊക്കെ കണ്ടാൽ മാത്രമേ നമുക്കൊരു ആക്ടിങ് സ്കൂളിലൊരു വിദ്യാർത്ഥിക്ക് ഏത് തരം കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമുക്ക് മറ്റൊരു ആക്ടിങ് സ്കൂളിലും പോകേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അല്ലെ മമ്മൂക്ക എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? മമ്മൂക്ക എന്താ പറയുക, വളരെ എന്താ പറയുക, നമ്മൾ പുറമേ നിന്ന് കേട്ടിരിക്കുന്ന മമ്മൂക്ക ഭയങ്കര ഗൗരവക്കാരൻ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് ആ അടുത്ത് വരുന്ന ആളുകളെ ശ്രദ്ധിക്കുകയും അവരോട് നല്ല രീതിയിൽ ഇടപെടുകയും നമ്മൾ വിചാരിക്കും നമുക്ക് ശ്രദ്ധിക്കണം. നമുക്ക് വളരെ കൃത്യമായിട്ട് സറൗണ്ടിങ്ങിൽ വരുന്ന എല്ലാ ആളുകളെയും ശ്രദ്ധിക്കുകയും അവരോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരികയും, അത് എനിക്ക് കറുത്ത പക്ഷികൾ മുതൽ എല്ലാ നമ്മൾ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഗൈഡ് ചെയ്ത് തരും കാര്യങ്ങൾ. അതിപ്പോൾ ഈ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൽ വരെ ഉണ്ടായി അങ്ങനെ ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ജസ്റ്റ് ഒരു പറയുന്ന കാര്യം കൃത്യമായിരിക്കും. നമ്മളോട് ഒരു റിഹേഴ്സൽ എന്തെങ്കിലും നടക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ
കൃത്യമായിരിക്കും, നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല അതിൽ. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ലാലേട്ടൻ പക്ഷെ അങ്ങനെയൊന്നും നമ്മളോട് നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും വരില്ല. നമ്മൾ എന്ത് ചെയ്താലും ലാലേട്ടൻ ഓക്കെയാണ്. ഓക്കെ മോനെ എന്നുള്ള രീതിക്കാണ് ലാലേട്ടൻ നിൽക്കുന്നത്. കാരണം ലാലേട്ടൻ്റെ കാര്യം കൃത്യമായിട്ട് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ചെയ്തോ എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും. മലയാളത്തിൻ്റെ അല്ല, നമ്മളുടെ ഇന്ത്യൻ സിനിമയുടെ, വേൾഡ് സിനിമയിലെ തന്നെ ഏറ്റവും നല്ല 2 അഭിനയ പ്രതിഭകളാണ് ലാലേട്ടൻ മമ്മൂക്കയും. അവരോടൊപ്പം വർക്ക് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അത് എനിക്ക് എത്രയോ വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദൃശ്യം 2 ലാലേട്ടനൊപ്പം ഒരവസരം കിട്ടിയത്. അതായത് പിന്നെ എനിക്ക് ആ പടത്തിൽ അപ്പനോട് ജിത്തുവേട്ടൻ പറഞ്ഞിരുന്നു, എനിക്ക് ഈ പടത്തിൽ ആകെ കൂടി കോമ്പിനേഷൻ ലാലേട്ടനുമായിട്ട് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ കഥാപാത്രം മാത്രമേ പുള്ളിനെ കണ്ടുമുട്ടുന്നുള്ളൂ, വേറെ ആരെയും കണ്ടുമുട്ടുന്നില്ല. അവസാനം കാത്തിരുന്ന് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടി, രാജൻ എന്ന് പറഞ്ഞ മറ്റേ ഫോറൻസിക് സെക്യൂരിറ്റി ആയിട്ട്. ധൈര്യമായിട്ട് ഇവിടെ പേടിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരിൽ ചെയ്തു. അപ്പോൾ കോടതി രംഗങ്ങൾ അതും ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ മാത്രമായിട്ട് ചെയ്തത് വലിയൊരു ഭാഗ്യമാണ്. കുറേ നല്ല സിനിമകൾ, അതായത് ഈ പറഞ്ഞ പോലെ ദൃശ്യം 2, മാലിക് ഉണ്ടായിരുന്നു ആ സമയത്ത്, മൈ ബോസ്, അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട്. അതെല്ലാം ജീത്തു ജോസഫിന്റെ. അതെ, ജിത്തു ജോസഫ് സാർ അറിയില്ല, എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് മൈ ബോസിലാണ്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഊഴം എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. പിന്നെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 പടങ്ങളിൽ വിളിച്ച സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. ഇതേപോലെ ലൈഫ് ഓഫ് ജോസൂട്ടിയിലും വേറൊരു പടത്തിലൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഈവൻ കൂമനിൽ പോലും എന്നെ വിളിച്ചിട്ട് അവസരം മിസ്സായി. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സമയത്ത് ഒരു കണ്ടിന്യൂറ്റി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുമല്ലോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എന്നെ ഈ ദൃശ്യം 2-നാണ് വിളിക്കുന്നത്. ദൃശ്യം 2 കഴിഞ്ഞ് ആണ് പിന്നെ നേരിൽ വിളിച്ചു. പിന്നെ ഇപ്പോൾ നുണക്കുഴി ചെയ്തു. അപ്പോൾ അറിയില്ല, അപ്പം ഞാൻ ഇടയ്ക്ക് സാറിനോട് ചോദിച്ചു അങ്ങനെ, കാരണം സാറിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാർ അവസരം ചോദിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ മനസ്സിലുള്ളതാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഉള്ളതൊന്നും ചോദിച്ചില്ല. വലിയൊരു കോംപ്ലിമെൻ്റ് ആണത്. അപ്പം എനിക്കങ്ങനെ സിനിമയിൽ വന്നിട്ട് ഇത്രയും വർഷമായിട്ടില്ലാത്ത ഒരു മൈനസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ എനിക്കൊരു ഗോഡ് ഫാദറോ ഒന്നുമില്ല. അപ്പോൾ പലരും എന്നോട് ഈ സിനിമയിൽ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദിനേശ് ഇപ്പോഴും സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു മറുപടി വെച്ചാൽ, സിനിമ വളരെ തീവ്രമായിട്ട് ആഗ്രഹിച്ച് വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ആരും ഇവിടെ ഒരു ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നീ ഇങ്ങനെ ആവും, ജൂനിയർ ആർട്ടിസ്റ്റ് എന്നും ജൂനിയർ ആർട്ടിസ്റ്റാണ്, ചെറിയ വേഷം ചെയ്യുന്നവൻ എന്നും ചെറിയ വേഷം ചെയ്യുന്നവനാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഗൈഡ് ലൈൻസ് ഇവിടെ പറയുമല്ലോ. ഇങ്ങനത്തെ ഒരു ഗൈഡ് ലൈൻസ് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ എന്നെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനോ എന്നിലുള്ള ഒരു നടനെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന എന്ത് വേഷവും എനിക്ക് വലിയ വേഷമാണ്. എന്നെ ഒരു പാസിംഗ് ഷോട്ടിന് വിളിച്ചാൽ പോലും ഞാൻ അതിന് വരും. കാരണം എനിക്ക് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഞാൻ ഒത്തിരി സിനിമകളിൽ 1 രൂപ പോലും പ്രതിഫലം മേടിക്കാതെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് പോലുമില്ല പൈസ. കാരണം എൻ്റെ ആഗ്രഹമായിരുന്നു ആ സിനിമകളിലൊരു ഭാഗമാവുക. പിന്നെ ഞാൻ അവരെ പൈസ, കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്, നമുക്ക് ജീവിക്കാൻ പൈസ വേണം, ഒരു വരുമാനം വേണം. അപ്പോൾ ഞാൻ അഡ്വർടൈസിങ്ങും അങ്ങനത്തെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സിനിമയിൽ ഒരാൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പൈസ ഡിമാൻഡ് ചെയ്യാം. അംഗീകരിക്കപ്പെടാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് പൈസ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പ്രതിഫലം കൊടുക്കുന്നുണ്ട്. സിനിമ മാന്യമായ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ചിലർ കുറച്ച് തരും, ചിലർ ന്യായമായിട്ട് തരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഒരു പിടിവാശി. ഇപ്പം നാളെ എൻ്റെ ഒരു പടം ക്ലിക്കായി, ഞാനൊരു ഡിമാൻഡഡ് ഭയങ്കര നടനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വ്യക്തി സിനിമയിൽ സംഭവിക്കുന്ന പ്രതിഫലം കൂട്ടും. പിന്നെ പ്രതിഫലത്തിൻ്റെ പേരിൽ പിടിയും വലിയ. ഇപ്പം ഞാൻ അതിന് ആ രീതിക്കല്ല കാണുന്നത്. നമുക്ക് കുറേ വർഷങ്ങൾ കൊണ്ട് ഞാനത് എമർജ് ചെയ്തൊരു കാര്യമാണ്. അത് ഇപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഭയങ്കര ഒത്തിരി എവിടെ പോകുന്ന സ്ഥലത്തൊക്കെ ആരാധകർ ഓടിക്കൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ വലിയ വില കൂടിയ കാറുകളിൽ നടക്കുന്നു, വിദേശ രാജ്യങ്ങളിൽ കറങ്ങുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുപരി എന്നെ സംബന്ധിച്ചുള്ള സക്സസ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന സിനിമകളിൽ ഞാൻ ചെയ്യുന്ന 1 മിനിറ്റുള്ള കഥാപാത്രമാണെങ്കിൽ അതെനിക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അതെനിക്ക് പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പോകുന്ന ഓരോ സ്ഥലത്തും ആളുകൾ വന്നിട്ട്, പ്രേക്ഷകർ വന്നിട്ട് എന്നോട് ഞാൻ ചെയ്ത ചെറിയ കഥാപാത്രങ്ങളെക്കുറിച്ചും ആ ചെറിയ കഥാപാത്രങ്ങളുടെ ഡയലോഗ് വരെ എന്നോട് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ പേര് പോലും അറിയില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ സിനിമാ നടനാണെന്നറിയാം, പക്ഷെ അവരും എന്നെ കാണുമ്പോൾ എൻ്റെ പേര് അറിയില്ലെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചേട്ടാ മറ്റേ സിനിമയിൽ കണ്ടിരുന്നു, നന്നായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു പക്ഷേ ഞാനിപ്പോൾ ഒരു സിനിമയിൽ പെട്ടെന്ന് തിരക്കായി ഒരേപോലത്തെ എൻ്റെ അഭിനയം ഒരു 10-20 സിനിമയിൽ അടുപ്പിച്ച് വന്നാൽ ചിലപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ ബോറടിക്കും. അവനിപ്പോൾ അവൻ്റെ എല്ലാ സംഭവവും കണ്ടു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്, എനിക്ക് ഒരേതായിട്ടും കഥാപാത്രങ്ങൾ വരുന്നില്ല.
ഞാനിപ്പോൾ 20 വർഷത്തിലധികമായി 20 വർഷത്തിലധികമായിട്ട് ഞാൻ ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ജേർണി എനിക്ക് ഹാപ്പി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ജോയി ഒരുപാട് നിങ്ങളുടെ അടുത്ത സുഹൃത്താണ്, പക്ഷേ ജിസിന്റെ പടങ്ങളിലൊന്നും കണ്ടിട്ടില്ല, എന്നാണ് കാര്യം? ജിസിൻ്റെ ഇപ്പോൾ ഈ അവസാനം ഇറങ്ങിയ തലവൻ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അതിന് മുമ്പൊന്നും ജിസുമായിട്ട് കാരണം ഞങ്ങൾ ഒരുമിച്ച് കമ്പനി നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് 3 സൗഹൃദങ്ങളുണ്ടായിരുന്നു. സൗഹൃദത്തിന് വിള്ളലൊന്നും വന്നില്ല, പക്ഷേ 3 പേര് 3 വഴിക്ക് പിരിഞ്ഞു. ആ കമ്പനി ഇപ്പോൾ 3 പേര് ഇൻഡിവിജ്വലായിട്ട് അഡ്വർടൈസിങ് കമ്പനി നടത്തുന്നുണ്ട്. അതൊരു സൗഹൃദപരമായിട്ടുള്ള പിരിയലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറേ കാലത്തേക്ക് ഒരുമിച്ച് വർക്ക് ചെയ്തില്ല ആരും. അപ്പോൾ ആ സമയത്ത് മാറുന്ന സമയത്താണ് ജിസ് ജോയ് പടങ്ങൾ ചെയ്തത്. പക്ഷേ ജിസ് ജോയായിട്ട് അന്നും ഇന്നും നല്ല സൗഹൃദമുണ്ട്. എന്താ പറയുക, കുടുംബപരമായിട്ട് തന്നെ നല്ല സൗഹൃദം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. ഞാൻ ഒരിക്കലും സൗഹൃദങ്ങളെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ജിസ് ജോയായിട്ട് മാത്രമല്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ഹിറ്റായിട്ടുള്ള പല സംവിധായകരും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് സ്ട്രഗിൾ ചെയ്ത് വളർന്ന കാലഘട്ടത്തിൽ ഉള്ള ഒത്തിരി സംവിധായകരുണ്ട്. അവരൊന്നും പടങ്ങളിൽ ഞാനില്ല ഈ പറഞ്ഞ പോലെ. പക്ഷെ ഞാൻ ചോദിച്ചിട്ടുമില്ല എന്തുകൊണ്ട് അവരുടെ പടങ്ങളിൽ ഇല്ല. പക്ഷെ അവരുമായിട്ടുള്ള സൗഹൃദം ഞാൻ എപ്പോഴും നിലനിർത്തും. ഒരു സിനിമയിൽ വലിയ വേഷം കിട്ടുക, ആ വലിയ വേഷം കിട്ടുന്ന വേഷം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ആ വലിയ വേഷം നമ്മൾ നന്നായിട്ട് ചെയ്ത സിനിമ നന്നാവണം. ഈ നന്നായി ചെയ്ത നന്നായി വേഷമുള്ള നല്ല സിനിമ സമയത്ത് ഇറങ്ങണം, ഹിറ്റാവണം. ഇത്രയും ഘടകങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോഴാണ് ഒരു സ്റ്റാർ എന്നുള്ള നിലയ്ക്ക് ഒരാൾ സക്സസ് ആവുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ വേഷം കിട്ടിയ സിനിമ ആരും കാണാതെ പോയാലും കഴിഞ്ഞു. ഇനി നമുക്ക് വലിയ വേഷം കിട്ടിയ സിനിമയിൽ നമ്മളുടെ അഭിനയം മോശമായാലും പോയി. അപ്പോൾ ഈ ഒത്തിരി ഘടകങ്ങൾ ഇതിൽ കണക്റ്റ് ആയിട്ട് വരുന്നത്. ഒരു ഫ്രൈഡേ ആണ് ഇതിൻ്റെ വിധി മാറുന്നത്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആക്ടർ ഒത്തിരി പഴി കേട്ടിട്ടുള്ളതാണ് പലരുടെയും പല രീതിക്കും. ഒരു ഫ്രൈഡേ ഇറങ്ങിയ ഒരു മാർക്കോ എന്ന് പറഞ്ഞ പടം വന്നപ്പോൾ ഇതേ പറഞ്ഞ ആളുകൾ തന്നെ എല്ലാം തിരിച്ചു പറയുന്നു. അപ്പോൾ ഓഡിയൻസ് അങ്ങനെയാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ സ്വീകരിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ സ്വീകരിക്കില്ല. അതാണ്. പക്ഷേ തിരസ്കരിക്കപ്പെട്ട ഒരാൾ പിന്നീട് സ്വീകരിക്കപ്പെടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ കാണുന്നൊരു ഭാഗ്യം, ഞാനങ്ങനെ തിരസ്കരിക്കപ്പെട്ടിട്ടില്ല, സ്വീകരിക്കപ്പെട്ടിട്ടുമില്ല. എന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ ജേർണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ജിത്തു ജോസഫ് സാറിന് തോന്നിയ പോലെ ഇനിയും ഏതെങ്കിലും സംവിധായകർക്കൊക്കെ തോന്നുന്നു. മലയാള സിനിമയിലെ ആദ്യത്തെ ഒരു എന്താണ് പറയുന്നത്, കാസ്റ്റിംഗ് ഡയറക്ടർ, അങ്ങനെ ഒരു തസ്തിക പലർക്കും അറിയത്തുമില്ല ഇപ്പം, പക്ഷേ വളരെ കോമൺ ആണ്. ഇത് അറിയാത്തൊരു കാലത്ത് ഈ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പം എനിക്ക് ആദ്യത്തെ സ്ഥിരയാണ് സിനിമ അല്ലേ? സ്ഥിര എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ വിനീത് ശ്രീനിവാസ് നേരെ പരിചയം ഉണ്ടായിരുന്നു? അതോ ഇല്ല, വിനീത് ശ്രീനിവാസിനെ പരിചയം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് ഞങ്ങൾ തട്ടത്തിന് മറയത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ തട്ടത്തിന് മറയത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് വിനീതിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് വിനീതിനെ പല സ്ഥലത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ പേരിലാണ് തട്ടത്തിന് മറയത്തിലേക്ക് വിനീതിന് എന്നോട് ഇഷ്ടം തോന്നിയിട്ട് എന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ ആ തട്ടത്തിന് മറയത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് വിനീതും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ അഡ്വർടൈസ്മെൻറ്റ്സ് ധാരാളം ചെയ്യുന്നുണ്ട്, ഒത്തിരി മോഡൽസൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ അഭിനയിക്കാൻ വേണ്ടി വരുന്നുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുന്നത് ഓഡീഷൻസിലൂടെയാണ്. അതിൻ്റെ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അന്നത്തെ സമയത്ത് ആഡ്സിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ഈ ബോംബെ മോഡൽസൊക്കെയാണ്, ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ മോഡൽസ്. അപ്പോൾ ഇവരെ നമ്മൾ മലയാളം പറയിപ്പിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തും. ഇവരിത് പറയുന്നുണ്ടോ, പറഞ്ഞു എഴുതി കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യും. അത് ഏജൻസിക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റിനോ കാണിച്ചു കൊടുക്കണം. ഇത്തരം പരിപാടികൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് വിനീത് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ലീഡിങ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് തട്ടത്തിന് മറയത്ത് എൻ്റെ സമയത്ത് തന്നെ വിനീത് എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു പുതിയ നായികനെ വേണം, അപ്പോൾ ചേട്ടൻ്റെ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റിൽ വരുന്ന മലയാളി തന്നെ വേണമെന്നില്ല, എനിക്ക് ലുക്കാണ് മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അഡ്വർടൈസ്മെൻറ്റിനായിട്ട് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന ഒരാളാണ് ഇഷ തൽവാർ. ഇവിടുത്തെ 1-2 ബ്രാൻഡുകളിലൊക്കെ ഞാൻ അഭിനയിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പലരുടെയും ഫോട്ടോ കാണിച്ചപ്പോൾ ഈ ഫോട്ടോ വിനീതിന് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ പറഞ്ഞു നമുക്കൊരു ഓഡീഷൻ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബോംബെയിൽ നിന്ന് വരുത്തി ഓഡീഷൻ നടത്തിയിട്ടാണ് തട്ടത്തിന് മറയത്തിൽ ഇഷ തൽവാർ അഭിനയിക്കുന്നത്. അപ്പോൾ വിനീതിന് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. അപ്പോൾ പറഞ്ഞു അടുത്ത പടം തീരാൻ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 പേരൊഴിച്ച് ബാക്കിയെല്ലാം പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ അനിയനെ ലോഞ്ച് ചെയ്യണം, പിന്നെ ശോഭന മാമിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയപ്പോൾ എനിക്കിതിന് ഒരു വലിയ പരിചയമില്ല, ദിനേശേട്ടന് ഇതിനെ കൂടെ നിൽക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കും ഇത് വലിയ പരിചയമൊന്നുമില്ല. എനിക്ക് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചെയ്ത് പരിചയമുണ്ടെന്നല്ലാതെ സിനിമയുടെ കാസ്റ്റിംഗ് എന്താണെന്ന് ഞാനതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ വിനീതിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്, തിര ചെയ്യുന്നത്. അപ്പോൾ തിരയിലെ കാസ്റ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അത് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഫിലിമാക്കി മാറ്റാൻ സാധിച്ചു. അപ്പോഴാണ് വിനീത് പറയുന്നത് നമുക്ക് ഇങ്ങനെ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ് എന്ന് പറഞ്ഞ പടം പ്ലാനിങ്ങിലുണ്ട്, അപ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് കംപ്ലീറ്റ് ഇതുപോലെ 2, 3, 4 പേര് ഒഴിച്ചിട്ട് ബാക്കി മുഴുവൻ നമുക്ക് ദുബായിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അതൊരു ടാസ്ക്കായിരുന്നു. അങ്ങനെ ദുബായിലേക്ക് ഒരു 2 മാസം മുന്നേ പോയിട്ട്
അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കുക ചെയ്ത്. ഓൾമോസ്റ്റ് അതിലെ ഒരു 90% കാസ്റ്റിംഗ് നമ്മളങ്ങനെ നടത്തി. അടുത്തിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെക്കുന്ന സമയത്ത് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു വളരെ മോശപ്പെട്ട പ്രചരണങ്ങൾ, അങ്ങനത്തെ ഏജൻസി എന്നൊക്കെ പറഞ്ഞ് വഴിയിട്ടാണ് ഇത് വരുന്നത്. പക്ഷേ നമുക്ക് ഈ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷന് ഒരു വലിയ വാല്യൂ ഉണ്ടെന്ന് തോന്നിയിട്ട്. ഉറപ്പായിട്ടുണ്ട്. കാരണം ഈ ഞാനിപ്പോൾ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നും പറഞ്ഞ് തിരശ്ശീലയിൽ എഴുതി കാണിച്ച് മലയാളത്തിലായത് എൻ്റെ പേരാണെങ്കിലും അതിനും ഇപ്പം ഞാൻ പറയുന്നത് പത്മരാജൻ സാറും മരുതൻ സാറും ഫാസിൽ സാറൊക്കെ എന്തോരം പുതുമുഖങ്ങളെയാണ് കണ്ടെത്തിയത്. അപ്പോൾ അവരാണ് ശരിക്കും ഇതൊക്കെ തുടങ്ങിയത് ശരിക്കും. അതായത് ഇപ്പോൾ റഹ്മാൻ സാറിനെ, ജയറാം സാറിനെയൊക്കെ കണ്ടെത്തിയതെന്ന് പറഞ്ഞ പോലെ അതൊരു ഭയങ്കര കഴിവായിരുന്നു അവർക്ക്. ഒരു പുതിയ ആളെ കണ്ടാൽ അവർക്ക് ടാലൻറ്റ് ഉണ്ടോ എന്നുള്ളത് ഇന്നത്തെ പോലത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഒന്നും നോക്കാതെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവാണത്. ഇന്നിപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാലും അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് അയാൾ ചെയ്യുന്ന കറക്റ്റാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അന്ന് അവരിതൊക്കെ കണ്ടെത്തി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ സാർ ഒരിക്കൽ FFK എന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഫേക്ക് ഓഡീഷൻസ് നടക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞിട്ടൊരു അവയർനെസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഫിലിം ചെയ്തിരുന്നു അന്നാബെന്നിനെ വെച്ചിട്ട്, ഒരു അവയർനെസ് ഫിലിം. അതായത് ഫേക്ക് ഓഡീഷൻസ് പോവാതിരിക്കുക. ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ശരിക്കും ഒരു ഓഡീഷൻ നമ്മൾ വെക്കണമെങ്കിൽ FFKയുടെ അംഗീകാരം വേണമെന്നുണ്ട്. അപ്പോൾ ഈ ഓഡീഷനിൽ പോകേണ്ടവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഓഡീഷൻ കോള് കാണുമ്പോൾ അത് FFK അപ്രൂവ്ഡ് ആണോ എന്ന് നോക്കുക. FFK അപ്രൂവ്ഡ് ആണെങ്കിൽ അതൊരു പ്രോപ്പർ പ്രൊഡക്ഷൻ ഹൗസും ഡയറക്ടറും ഉണ്ടാവും. മറ്റേത് നമുക്ക് പറയാൻ പറ്റില്ല ആരാന്നുള്ളത്. ഇപ്പോൾ ഒരു വെറുതെ ഒരാളൊരു ഓഡീഷൻ അനൗൺസ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞാൽ അവിടെ പോകുന്നു, അവിടെ പോയിട്ട് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പൈസ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല അധികം. അതേസമയം അതുകൊണ്ടാണ് FFK അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഡീഷൻ നടത്തണമെങ്കിൽ FFKനെ അറിയിക്കുക. അപ്പോൾ FFKയുടെ ഒരു അപ്രൂവൽ കിട്ടും അതിന്. വേറെ പൈസ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ FFKക്ക് അറിയാതെ ഇന്ന പ്രൊഡ്യൂസറാണ്, ഇന്ന പ്രൊഡക്ഷൻ ഹൗസാണ്, ഇന്ന ഡയറക്ടറാണ്, ഇത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതിനൊരു സമാധാനം ഉണ്ടാവും അവിടെ. മറ്റേതെന്ന് വെച്ചാൽ ഓഡീഷൻ എന്ന് കാണുമ്പോഴത്തേക്കും ആൾക്കാർ ചാടി ഓടി പോവുകയാണ്. എന്ത് ഓഡീഷനാണ്, ഏത് ഓഡീഷനാണ്, റാൻഡം ഓഡീഷൻസാണ്. പിന്നെ ഇതൊരു പബ്ലിസിറ്റി മാറ്ററും കൂടിയാണ്. ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഓഡീഷൻ എന്ന് പറയുമ്പോൾ 10,000 പേരിലേക്ക് മെസ്സേജ് പോവുകയാണ്. അപ്പോൾ ഇങ്ങനൊരു പടമുണ്ടെന്നൊരു പബ്ലിസിറ്റിയായി, അതിൻ്റെ പേരവിടെ പബ്ലിസിറ്റി. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എന്തും പബ്ലിസിറ്റിയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ പടത്തിലേക്ക് ആളാവശ്യം ഉണ്ടാവില്ല, ഒരു ഫേക്ക് ഓഡീഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ വല്ല സെക്കൻഡറി തേർഡ് ലെവലിൽ നിൽക്കുന്ന വല്ല ക്യാരക്ടേഴ്സോ ക്രൗഡൊക്കെ വേണ്ടി വരും. മേജർ കാസ്റ്റിംഗ് നടന്നിട്ടുണ്ടാവാം. പക്ഷേ അപ്പോൾ ഇതും ഒരു പബ്ലിസിറ്റി ടൂളാണ്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്തിനും പോകണ്ടെന്നുള്ളത്. ഒരുപാട് പേർക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് പ്രഭുദേവ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ പ്രഭുദേവയ്ക്ക് ചെയ്തിട്ടുണ്ട്. മകരൻ ദേശ്പാണ്ഡെക്കാണെന്ന്. മകരൻ ദേശ്പാണ്ഡെക്കാണ് കൂടുതൽ സിനിമകളിൽ ചെയ്തിട്ടുള്ളത് റിപ്പീറ്റ്. നേരത്തെ ഒരു ആർട്ടിസ്റ്റ്, എൻ്റെ പേര് കിരൺ രാജ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഓർക്കുന്നുണ്ട്. അവന് ഇതുപോലെ കുറേ സിനിമകളിൽ അടുപ്പിച്ച് ചെയ്തിരുന്നു. പിന്നെ അവൻ തന്നെ ഡബ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് ഡബ്ബിങ് ഒരിക്കലും നമ്മുടെ ചോയ്സ് അല്ലല്ലോ. അപ്പം ഞാൻ സൈജു കുറുപ്പിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ സൈജുവിനെ വിളിച്ച് ചോദിച്ചു, എന്താണ് സൈജു നീ ഡബ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ബ്രോ അവർ സമ്മതിക്കുന്നില്ല. സൈജുവിൻ്റെതായ രീതിക്ക് സൈജു പറയുമല്ലോ, ഏത് നമ്മൾ ചോദിക്കുന്നു അവർ സമ്മതിക്കുന്നു പറഞ്ഞ പോലെ സൈജുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ അതും പടം പറഞ്ഞറിയാം, ഹലോ, ലാലേട്ടൻ്റെ പടം. അതിൽ സൈജു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഹലോയിൽ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും അടുത്ത പടത്തിൽ ഡബ് ചെയ്യാൻ വിളിക്കുന്നത്, ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഷാഫി സാറിൻ്റെ പടം. അതിലും ഞാനാണ് സൈജുവിനെ ഡബ് ചെയ്തത്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് എന്താണ് സൈജു പ്രശ്നം. അപ്പോൾ സൈജു പറയും, ബ്രോ അവർ എന്നെ സമ്മതിക്കുന്നില്ല ഡബ് ചെയ്യാൻ. ഇപ്പോൾ ഒരു അത്യാവശ്യം ലീഡ് ആക്ടറാണല്ലോ ഇപ്പോൾ ജോജു, ഇപ്പോൾ ഡയറക്ടറും കൂടിയായി. ജോജുവിന് എത്ര പടത്തിൽ ജിസ്മോനൊക്കെ ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആ സമയത്ത് ശബ്ദം ശരിയല്ല, അല്ലെങ്കിൽ മോഡുലേഷൻ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പണ്ട് കാലത്ത് ഒരു ധാരണ ഉണ്ടായിരുന്നു, ഭയങ്കര ബേസ് ശബ്ദം ഉണ്ടെങ്കിലും ഡബ് ചെയ്യാൻ പറ്റുള്ളൂ, ചെറിയ ശബ്ദമുള്ളവർക്ക് ഡബ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചില മിഥ്യാധാരണകൾ ഉണ്ടായിരുന്നല്ലോ. അതാണ് വിനീത് തന്നെ കൃഷ്ണേന്ദ്രനൊക്കെ എല്ലാവരും ഇപ്പോൾ അദ്ദേഹം ഡബിങ് ആർട്ടിസ്റ്റായി. അതെ, കൃഷ്ണേന്ദ്രനല്ലേ ആദ്യകാലത്ത് കുഞ്ചാക്കോ ബോബനും ഇവൻ ജയസൂരിക്ക് ഒരു ഡബ് ചെയ്തിട്ടുണ്ട്, ആ മറ്റേ കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് അതൊരു പടത്തിലൊക്കെ. അപ്പം ഞാനങ്ങനെ അതേപോലെ ഇപ്പോൾ ഞാനെന്ന് ചെമ്പം വിനോദിനെ കാണുമ്പോൾ പറയും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. കാരണം ഫ്രൈഡേ എന്ന് പറയുന്ന പടത്തിൽ, ഫഹദുള്ള പടത്തിൽ ബോട്ട് ഡ്രൈവറായിട്ട് ചെമ്പം വിനോദാണ്. ഞാൻ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്കും ഡബ് ചെയ്തു, ചെമ്പനും ഡബ് ചെയ്തു. അപ്പോൾ കാരണം അത് ഒരു ചങ്ങനാശ്ശേരി ആലപ്പുഴ സ്ലാങ് വേണം എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം. അപ്പോൾ ചെമ്പൻ ചേട്ടൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അങ്കമാലി തൃശ്ശൂർ അങ്ങനെ വരികയാണെന്ന് പറഞ്ഞിട്ടാണ് അത് മാറ്റിയത്. അതേപോലെ വിനീത് കുമാറിന് ചെയ്തിട്ടുണ്ട്. വിനീത് കുമാറിന് ഫ്ലാഷ് എന്ന് പറഞ്ഞ സിബി സാറിൻ്റെ പടം. അതേപോലെ നരന് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എല്ലാം അവൻ്റെ സ്റ്റാർട്ടിങ് പടങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നരൻ അന്ന് ഇതേപോലെ സ്റ്റുഡിയോയിൽ വന്നിരുന്നു. നരൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് എന്നെ ഡബ് ചെയ്യണം ജയരാജ് സാറിനോട്. അപ്പോൾ ജയരാജ് സാറ് പറഞ്ഞത് നീ ഡബ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഡബ് ചെയ്യിച്ചു, എന്നെ കൊണ്ട് ഡബ് ചെയ്യിച്ചു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട്, കുറേ ഡയലോഗുകൾ. എന്നിട്ട് സാറിട്ട് കാണിച്ചു, ഇതാ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്, അപ്പോൾ നീ പറയുന്നില്ല നിനക്ക് ഈ ശബ്ദമാണ്. അപ്പോൾ നേരം പറഞ്ഞു എനിക്ക് എൻ്റെ ശബ്ദം നേരം മതി എന്നവൻ പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു അത് നിൻ്റെ തന്നെ കരിയറിന് പ്രശ്നമാവും നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. കാരണം അവൻ
കേരളത്തിൽ ബോൺ ബോട്ടപ്പ് അല്ലാത്തത് കൊണ്ട് മലയാളത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ കാലത്താണെങ്കിൽ അതൊരു പ്രശ്നമല്ല, അന്ന് അതൊരു പ്രശ്നമായിരുന്നു. ഇന്ന് ഇപ്പോൾ മലയാളം അല്ലാതെ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല, ശബ്ദത്തിൻ്റെ എന്ത് ടോണായാലും കുഴപ്പമില്ല, നിങ്ങൾ അഭിനയിക്കുന്നതിന് ഒരു ലൈഫ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി.